പ്രതിനിധി റിജു കാഞ്ഞുകാരനിലേക്ക് പോകുന്നു. അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിനിധിയാണ് റിജു കാഞ്ഞുകാരൻ. ഇപ്പോൾ സഭയ്ക്ക് വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണോ? ഇപ്പോൾ വിവിധ സഭകളിൽ നിന്നുള്ള CSI സഭയുണ്ട്, ഇപ്പോൾ പറഞ്ഞ കത്തോലിക്ക സഭയുണ്ട്. ഇപ്പോൾ CBCയുടെ പ്രതികരണം വരുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ്. നമ്മൾ മണിപ്പൂരിൽ കണ്ടതാണ്. മണിപ്പൂരിൽ 1000-ലേറെ ക്രൈസ്തവ ദേവാലയങ്ങളും കെട്ടിടങ്ങളുമാണ് ചുട്ടുകരിച്ചത്. 200-ലേറെ പേർ മരിച്ചിട്ടുണ്ട്. അവിടേക്ക് പ്രധാനമന്ത്രി പോയിട്ടില്ല. പലതവണ പ്രതിപക്ഷം ആവശ്യപ്പെട്ടും പ്രധാനമന്ത്രി പോയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന എത്രത്തോളം ചുരുങ്ങിയ പ്രസ്താവനയായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പ്രധാനമന്ത്രി ഇടപെടണം എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ CBC ഒരു പ്രതികരണം നടത്തുകയാണ്. ഇതിൽ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് റിജു കാഞ്ഞുകാരൻ അൽമായ സഭ കരുതുന്നത്? അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിക്കാണുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ മൗന അനുവാദത്തോടു കൂടി തന്നെ ബജ്രംഗ് ദൾ പോലുള്ള സംഘപരിവാർ സംഘടനകൾ നോർത്ത് ഇന്ത്യയിൽ നടത്തുന്ന, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ, ഇവിടെയുണ്ട് സൗത്ത് ഇന്ത്യയിലും പ്രശ്നങ്ങളുണ്ട് എങ്കിലും നോർത്ത് ഇന്ത്യയിൽ നടത്തുന്ന ഒരു ജാതി ന്യൂനപക്ഷ വർഗീയത, അതായത് നമ്മൾക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തർപ്രദേശ് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും റോട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന കറുത്ത പർദ്ദ ധരിച്ച ഒരു സ്ത്രീയെ കല്ലെറിയുന്ന ജനസമൂഹത്തിൻ്റെ വീഡിയോസ്. ഒരു കന്യാസ്ത്രീ സ്വന്തം സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്താൽ അവരെ കല്ലെറിയുന്ന, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. എന്നാൽ ഒരു തുണിയുമില്ലാതെ നഗ്ന സന്യാസിനികൾക്ക് അകമ്പടി സേവിക്കുന്ന പോലീസും ഭരണകൂടവും. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ സാക്ഷരരായതുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിൽ കൂടി കാണുന്നു. അവിടുത്തെ ജനങ്ങൾ ഇതൊന്നും കാണുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഇവിടുത്തെ ഭരണകൂടം കഴിഞ്ഞ കുറേ കാലങ്ങളായി ന്യൂനപക്ഷ സമുദായങ്ങളെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ, ഈ നാട് ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകളെ വെച്ച് ഉപയോഗിക്കുകയാണ്. സിസ്റ്റർ റാണി മരിയെ കുത്തി കൊലപ്പെടുത്തിയ വ്യക്തി, അദ്ദേഹം പിന്നീട് മാനസാന്തരം എടുത്ത് ക്രൈസ്തവ സമൂഹത്തിലേക്ക് ക്രിസ്ത്യാനിയായി ചേരുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ ബജ്രംഗ് ദൾ അവരുടെ ശാഖയിൽ നിന്നാണ് ഈ ചുമതല ഏൽപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാവുക? ഈ തൊട്ട് മുമ്പ് സംസാരിച്ച വ്യക്തി പറഞ്ഞു, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിരവധിയായ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ സംഭവങ്ങൾ, മണിപ്പൂർ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്, ഈ സർക്കാർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി അവർക്ക് പോലീസ് അകമ്പടി നൽകുമ്പോൾ സഭാ നേതൃത്വം പലപ്പോഴും ഒരു ചെറിയ പ്രസ്താവനയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രതിഷേധത്തിലോ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. മണിപ്പൂർ വിഷയത്തിലായാലും CBCI പോലുള്ള മെത്രാൻ സംഘം അവർ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം അവരെല്ലാവരും പലപ്പോഴും ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പല ചെയ്തികളെയും പേടിയോടെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ അവരെ ഭീതിയോടെ കാണുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ഇടപെടലുകൾ ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കുന്നതിന് അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ബജ്രംഗ് ദളിനെ പ്രതിഷേധ പരിപാടി ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ തന്നെ പ്രധാനമന്ത്രി നൽകിയ വിരുന്നുണ്ട്. ആ വിരുന്നിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നടക്കം സഭാ നേതൃത്വം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പറയാത്തതാണോ പ്രശ്നം? പറയുന്നതിനോടൊപ്പം തന്നെ പിന്തുണ നൽകുന്നു എന്നതാണോ പ്രശ്നം? എവിടെയാണ് പ്രശ്നം? പറയേണ്ട പോലെ പറയേണ്ട രീതിയിൽ പറയുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഇവിടെ കേരളത്തിൽ സംഘപരിവാറിന്റെ BJP നേതാക്കന്മാർ മെത്രാസന മന്ദിരങ്ങളിൽ കയറി ഇറങ്ങുന്നു, കേക്കുകൾ മുറിക്കുന്നു, ചോക്ലേറ്റുകൾ നൽകുന്നു. അവരറിയുന്നില്ല ഈ ചോക്ലേറ്റുകൾ വർണ്ണക്കടലാസ് പൊതിഞ്ഞ വിഷമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അതായത് ഇവരെ സ്വീകരിച്ച് ആനയിക്കുമ്പോൾ ഇവർ കൊണ്ടുവരുന്ന മധുരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ സഭാ നേതൃത്വത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്നത്. ഇനി കാണാൻ പറ്റുമോ എന്നൊരു വിഷയമുണ്ട്. ആ രൂപത്തിൽ, അത്രയും ക്രൂരമായ രൂപത്തിലേക്കൊന്നും വന്നിട്ടില്ല എങ്കിലും കഴിഞ്ഞ ക്രിസ്മസിന് നമുക്കറിയാമല്ലോ, പാലക്കാട് നല്ലേപ്പിള്ളി സർക്കാർ UP സ്കൂളിൽ അധ്യാപകരെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തിയ സംഭവമുണ്ട്. തത്തമംഗലത്ത് UP സ്കൂളിൽ പുൽക്കൂട് തകർത്ത സംഭവമുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യങ്ങളാണ്. തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും. അല്ല, ഞാൻ അതിനെ പറഞ്ഞു വരുന്നത്, അതായത്
ഇവിടെ തുടങ്ങിയെന്ന് വെച്ചാൽ കഴിഞ്ഞ 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടം മുതൽ മിഷണറിമാരാണ് നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ഇപ്പോഴുള്ള 30% താഴെ അല്ലെങ്കിൽ 30% പേർക്ക് ലിറ്ററസി ഇല്ല, സാക്ഷരത ഇല്ല എന്ന് പറഞ്ഞാൽ ബാക്കി 70% പേർക്ക് സാക്ഷരത നൽകിയത് അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഇത്രയെങ്കിലും കൊണ്ടുവന്ന് എത്തിച്ചത് ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന മിഷണറി സമൂഹമാണ്. ഇപ്പോഴും അവരാണ് ചെയ്യുന്നത്. അവർ നിരന്തരമായി അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. അവർ പ്രത്യേകിച്ച് ഒരു ലാഭേച്ഛയുമില്ല. അവരെ മതം മാറ്റുന്നില്ല. അവർ മതം മാറ്റിയിരുന്നെങ്കിൽ തൊട്ടു മുമ്പിൽ അച്ഛൻ പറഞ്ഞു, ഈ 400 വർഷത്തിനിടയ്ക്ക് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എത്ര വലുതാകുമായിരുന്നു. 75 വർഷം മുമ്പ് 1950 സെൻസസിൽ കത്തോലിക്ക സഭയിൽ ക്രൈസ്തവരുടെ എണ്ണം 4% ഇന്ന് 3-ൽ താഴെയാണ്. അപ്പോൾ ഇവിടെ മതപരിവർത്തനം നടത്തുന്ന ഒരു ക്രൈസ്തവ മിഷണറി സമൂഹം ഉത്തരേന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ എണ്ണം കൂടുമായിരുന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് കുറയുമായിരുന്ന അവസ്ഥയിലേക്ക് എത്തിയത്? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിലെ മിഷണറിമാർ ചെയ്യുന്നത് എന്താണ്? പാവപ്പെട്ടവരെ അവരെ പഠിക്കാൻ അവസരം കൊടുക്കുന്നു, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു, അവർക്ക് ജോലിക്കുള്ള അവസരം കൊടുക്കുന്നു, അവർക്ക് കൈത്തൊഴിലുകൾ കണ്ടെത്താനുള്ള അവസരങ്ങൾ നൽകുന്നു, അവരെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കാൻ ആകുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരികയാണ്. ഇവിടെ ഈ അടുത്തിടയ്ക്ക് ഒരു MLA, എനിക്ക് മഹാരാഷ്ട്രയിലാവുന്നു, ഒരു MLA പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിയെ കൊന്നാൽ റിവാർഡ്, ഒരു പാരിതോഷികം പ്രഖ്യാപിച്ചത്, ഒരു വൈദികനെ കൊന്നാൽ പാരിതോഷികം, ആ തരത്തിലൊക്കെ പരസ്യമായി പ്രഖ്യാപിക്കാവുന്ന തരത്തിൽ ഇവിടുത്തെ RSSന്റെയും BJPയുടെയും നേതാക്കന്മാർ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ നേതാക്കന്മാർ എത്തിയെന്ന് വരുമ്പോൾ, അവർക്കെതിരെ യാതൊരു നടപടിയും ഇല്ലാതെ വരുമ്പോൾ ഇതിന്റെ അപ്പുറവും നടക്കും. അടുത്ത കാലഘട്ടങ്ങളിൽ ഉത്തരേന്ത്യയിൽ നിന്ന് ഇത് സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇപ്പോൾ കർണാടകയിൽ മംഗലാപുരത്ത്, അടുത്ത് കേരളത്തിന്റെ പല ഭാഗത്തും തുടങ്ങിക്കഴിഞ്ഞു. ഇത് അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് വരികയാണ്. ഇവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. വചനധാരയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കൃത്യമായ ഹിഡൻ അജണ്ട വെച്ച് എന്ത് ഇവിടെ നടത്താക്കണം എന്ന് സർക്കാർ ഭരിക്കുന്ന പിന്തുണയോടുകൂടി അവർ കൃത്യമായി പ്ലാൻ ചെയ്യുകയാണ്. അതനുസരിച്ച് തന്നെയാണ് അവർ ഓരോ പരിപാടികളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആധാർ കാർഡുണ്ട്, ഞങ്ങൾ കൃത്യമായി ഇവരുടെ അനുവാദത്തോടു കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും കൃത്യമായി അവരുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോഴും അവരെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം, ആ പെൺകുട്ടികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഭീഷണിപ്പെടുത്തി അവർക്ക് അവരുടെ മൊഴി മാറ്റുകയായിരുന്നു. അവർക്ക് വീണ്ടും അവിടെ ജീവിക്കണമെങ്കിൽ, അവർക്ക് അവിടെ തുടർന്ന് അവരുടെ നാട്ടിലേക്ക് പോകണമെങ്കിൽ, അവരുടെ സമൂഹത്തിൽ തുടരണമെങ്കിൽ അവർക്ക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.